ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതിയായ അഫാനെതിരെ ഉമ്മ ഷെമിയുടെ മൊഴി. അഫാൻ ആക്രമിച്ചതാണെന്ന് കിളിമാനൂർ SHOയ്ക്ക് ഷെമി മൊഴി നൽകി. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. പണം ചോദിച്ച് ബന്ധുവീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപം നേരിട്ടു. അഫാൻ ഇത് സഹിച്ചില്ല എന്നാണ് ഷെമിയുടെ മൊഴി. ഇതാദ്യമായാണ് മകനെതിരെ ഷെമി മൊഴി നൽകുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ശാലിനി ചേർന്നു. ശാലിനി, കഴിഞ്ഞ ദിവസമൊക്കെ മകൻ അനുകൂലമായിട്ടുള്ള മൊഴിയാണ് ആ അമ്മ പറഞ്ഞിരുന്നത്. ആശുപത്രി കിടക്കയിലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അമ്മ തിരിച്ചു വരുന്നു. മകനെതിരെ അമ്മ സംസാരിക്കുന്നു. കടമുണ്ടായിരുന്നു, വലിയ കടം തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും കടം വാങ്ങാൻ പോയപ്പോൾ അപമാനം നേരിട്ടു. ഇതൊക്കെ മകനെ മാനസികമായി വളരെ മകൻ്റെ മാനസിക നില തകരുന്നതിന് അതൊക്കെ കാരണമായി എന്ന് അമ്മ പറയുന്നു. അങ്ങനെയല്ലേ ശാലിനി? വിനോദ, ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന അതിന്റെ അന്വേഷണങ്ങളും നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു അന്വേഷണ സംഘത്തിന് മുൻപിലും ഷെമി ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല. പക്ഷേ ഇന്നലെ കിളിമാനൂർ പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ആരോഗ്യനില തൃപ്തികരമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ ഷെമി സ്വന്തം മകനായ അഫാനെതിരെ മൊഴി നൽകിയിരിക്കുകയാണ്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തങ്ങൾക്കുണ്ടായിരുന്നു. ഭർത്താവ് അറിയാതെ ഏകദേശം 35 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത നാട്ടിൽ മാത്രമായി തങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം 50,000 രൂപയുടെ അത്യാവശ്യമുണ്ടായിരുന്നു. ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിവിധ ബന്ധുക്കളെയും അടക്കം സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹായിച്ചില്ല. ഇതിൽ മാനസികമായി വലിയ രീതിയിലുള്ള പ്രശ്നത്തിലായിരുന്നു തന്റെ മകൻ അഫാൻ എന്നുള്ളതാണ് ഉമ്മ ഷെമി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വീട്ടിലെത്തുകയും ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ മുൻപ് ചിന്തിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇളയ മകൻ അക്സാന്റെ മൊബൈലിലൂടെയും അക്സാൻ ഉൾപ്പെടെയുള്ളവരുടെ ശ്രമത്തിന്റെ ഭാഗമായി വീഡിയോ ഒക്കെ തന്നെ എങ്ങനെ മരണം സംഭവിക്കാം, ഒപ്പം തന്നെ ഏത് രീതിയിൽ ആത്മഹത്യ ചെയ്യാം എന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ഇളയ മകന്റെ സാന്നിധ്യത്തിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് ഉമ്മ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ അന്വേഷണ സംഘത്തിന് മുൻപേ ഉമ്മ ഇത്തരത്തിലൊരു മൊഴി സ്വന്തം മകനെതിരെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യഘട്ടം മുതൽ തന്റെ മകൻ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു ഷെമി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ കിളിമാനൂർ പോലീസിന് മുൻപാകെ തന്റെ മകനാണ് ഈ കൃത്യങ്ങൾ നിർവഹിച്ചത്. ഒപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം പണം ആവശ്യപ്പെട്ട് തന്നെയും സമീപിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് കഴുത്തിൽ ഷോൾ കുരുക്കി ഭിത്തിയിൽ തലയിടിച്ചു എന്നുള്ളതാണ് അമ്മ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. തൊട്ടു പിന്നാലെ പുറത്തേക്ക് പോയതിനു ശേഷം തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ചുറ്റിക കൊണ്ട് തന്റെ തലക്കടിച്ചത് എന്നുള്ള ഉറച്ച നിലപാടിലും ഒപ്പം തന്നെ മൊഴിയിലുമാണ് ഇപ്പോൾ ഷെമിയുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം ശക്തമാക്കുകയും ഊർജിതമാക്കുകയും ചെയ്യുകയാണ് പോലീസ്. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് ഉമ്മ കൂടി ഇപ്പോൾ ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ ഏകദേശം 40 ലക്ഷത്തോളം രൂപ പുറത്ത് പിതാവിന്റെ ബാധ്യതയായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിതാവ് അറിയാതെ തന്നെ പലരുടെയും കയ്യിൽ നിന്ന് ചിട്ടി പിടിച്ചും ഒപ്പം തന്നെ പലരുടെയും കയ്യിൽ നിന്ന് അല്ലാതെ സഹായം രൂപേണ വാങ്ങിയും അടക്കം ഏകദേശം 35 ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യത തങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഉമ്മയുള്ളത്. ഒപ്പം തന്നെ ഇത് എന്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മകന്റെ ആർഭാടവും ഉമ്മയുടെയൊക്കെ ആ കുടുംബത്തിന്റെ ആർഭാട ജീവിതമാണോ ഭർത്താവ് അറിയാതെ ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ അടക്കം ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഷെമിയുടെ മനസ്സിലാക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, കൂടുതൽ തെളിവെടുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതും കിളിമാനൂർ പോലീസും വെഞ്ഞാറമൂട് പോലീസും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു ആദ്യമായി സ്വന്തം മകനെതിരെ ഇത്തരത്തിലൊരു മൊഴി ഷെമി നൽകുകയും ചെയ്തിട്ടുള്ളത്. വിനോദ, ആ ഉമ്മ മകനെതിരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്നും ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്.